വീഡിയോയുമായി ഒരു ദൈവവചന ധ്യാനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ദൂരയാത്രകളില്ലാത്ത പ്രോഗ്രാമിന് വേണ്ടി പോകാത്ത ദിവസങ്ങളെല്ലാം എൻ്റെ ഈ പഠനമുറിയിലായിരിക്കും. ഏറെ സമയം ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മരണം വരെ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെ നമ്മൾ വിദ്യാർത്ഥികളായിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ദൈവവചനം ധ്യാനിക്കുകയും ആ ദൈവവചനത്തിന്റെ ആഴങ്ങൾ അനുഭവിക്കുകയും ചെയ്യണം എന്ന് ഞാൻ എല്ലാവരെയും ഉപദേശിക്കുന്ന ആളാണ്. ഞാൻ അത് ചെയ്യുന്ന ആളാണ്. പുതിയ പുതിയ അറിവുകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, അപ്പോൾ തന്നെ സ്വർഗീയമായ ദൈവത്തിന്റെ റെവലേഷൻസ്, ദൈവത്തിന്റെ ദർശനങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ലഭിക്കുന്നത് നമുക്ക് അയവറക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാ മുറി, പഠനമുറി ഏറ്റവും നല്ലതാണ്. ഏറെ സമയങ്ങൾ ഇവിടെ തന്നെ ചെലവഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അനേകര് പ്രാർത്ഥനയ്ക്കായിട്ട് ടെലിഫോണിൽ വിളിക്കാറുണ്ട്, അവർക്ക് ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേക പ്രിയപ്പെട്ടവർ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അനേകരുണ്ട്. അവര് പലരെയും വിളിച്ചുകൊണ്ട് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു ചിന്ത നിങ്ങളോട് ഞാനൊന്ന് പങ്കുവയ്ക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥനയാണ്. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അതിൽ അവസാനത്തെ 3.5 വർഷം ഒരു 30,000 വർഷം ചെയ്താൽ തീരാത്ത ശുശ്രൂഷ ചെയ്തു തീർത്ത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് അരിമത്യക്കാരൻ ജോസഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറയുടെ സപ്തമുദ്രകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം 500ഓളം പേർക്ക് പ്രത്യക്ഷനായ ശേഷം അമ്പരചുംബിയായ ഒലിവ് മലയിൽ തന്റെ കോമള പാദം ചവിട്ടി മന്ദമന്ദം ആകാശവീതിയിലേക്ക് സ്വർഗാരോഹണം ചെയ്തു പോയ അരിമനാഥനായ ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് 4 സുവിശേഷങ്ങളിലായി, ബൈബിളിൽ 4 സുവിശേഷങ്ങളിലായി 39 അത്ഭുതങ്ങൾ ചെയ്തായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് എഴുതപ്പെട്ട ഒരു കണക്ക് മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: യേശു ചെയ്തത് ഇതിലധികമുണ്ട്. അതെല്ലാം എഴുതിയാൽ ആ പുസ്തകം ഈ ഭൂമിയിൽ തന്നെ ഉൾക്കൊള്ളുവെന്നറിയില്ല, അത്രയ്ക്ക് യേശുവിന്റെ അത്ഭുതങ്ങളുണ്ട്. എഴുതപ്പെട്ട 4 സുവിശേഷത്തിലെ 39 അത്ഭുതങ്ങൾ. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു പ്രാർത്ഥിച്ചു, മറുപടി കിട്ടി. 18 വർഷം കൂലിയായ സ്ത്രീക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, മറുപടി കിട്ടി. പച്ചവെള്ളം യേശു വീഞ്ഞാക്കി. 12 വർഷമായ യായിറോസിന്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചു. നയിലെ വിധവയുടെ മകനെ മഞ്ചൽ തൊട്ട് മരിച്ചവനെ യേശു എഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ഏത് വിഷയത്തിനാ മറുപടി കിട്ടാത്ത? പക്ഷെ യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തൊരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളോട് വായിച്ച വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം: പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ, അർത്ഥാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ. ആ വാക്യം ആഴമായിട്ടൊന്ന് പഠിച്ച് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ
ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിന്റെ ആ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏക മനസ്സുള്ളവരായിരിക്കണം. അതിന് ഇന്നു വരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. സഭയിൽ ഐക്യതയില്ല. ജാതിയുടെ പേരിൽ, പണപ്പാനലുകളുടെ പേരിൽ, വരേണ്യവർഗത്തിന്റെ പേരിൽ, സവർണ അവർണ മേധാവിത്വത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, പല തട്ടുകളിൽ ഒരേ ഉപദേശ വിഷയത്തിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ പല കൺവെൻഷനുകൾ, പല ആരാധനകൾ. ഇത് ഞാൻ കെ എബ്രഹാം എന്ന് ഞാൻ പറയുന്നല്ല, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നതാണ്. ഐക്യതയില്ല. ഒരേ പുസ്തകം, സത്യവചനം ചുമന്നുകൊണ്ട് നടക്കുന്നവർ, ഒരേ ഉപദേശത്തിന്റെ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്നവർ. ആരാധന ഐക്യതയില്ല. ആരാധനയുടെ പാറ്റേണുകൾ ഐക്യതയില്ല. പ്രാർത്ഥനയുടെ പ്രിന്റിങ്ങിനകത്ത് തന്നെ വ്യത്യാസം, പ്രാർത്ഥന വാചകങ്ങളിൽ വ്യത്യാസം. അങ്ങനെയുള്ളവർ പാർക്കുന്ന കുടുംബങ്ങളിൽ ഐക്യതയില്ല. സഭയ്ക്കകത്ത് ജാതി, സഭയ്ക്കകത്ത് നിറവ്യത്യാസം. യേശു ക്രിസ്തു പഠിപ്പിച്ച അതാണോ? ദൈവസഭയ്ക്കകത്ത് യഹൂദനില്ല, ജാതിയില്ല, യവനനില്ല, ബർബരനില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നല്ലേ പഠിപ്പിച്ചേ? ഞാൻ ചോദിക്കുന്നു, ഈ ഭിന്നതയും ഈ വിഘടനവും ഈ അനൈക്യതയുമെല്ലാം നിലനിൽക്ക ചെയ്ത് എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെന്ന് പറയുന്നത്? ഈ പറയുന്ന അന്യഭാഷയും ഈ ആരാധനയുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആണോ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഐക്യതയില്ലാത്ത അന്യഭാഷയോ, ഐക്യതയില്ലാത്തവരുടെ അഭിഷേകമോ, വിഘടനവും ഭിന്നതയും സഭാ സ്പിരിറ്റുകളും ഡിനോമിനേഷനുകൾ തമ്മിലുള്ള ശീതസമരങ്ങളും വർഗീയ പോരുകളും ഒക്കെ നിലനിൽക്ക ചെയ്ത് ഞായറാഴ്ച ദിവസം ഒരുമിച്ച് വന്ന് കൈയടിക്കുന്നതും ഡ്രം അടിച്ചു പൊട്ടിക്കുന്നതുമാണ് ആരാധന. നോ, നെവർ. മാറ്റമുണ്ടാകണം. ഞാൻ ബൈബിൾ ധ്യാനിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന ദൈവം, എന്നിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നെ പഠിപ്പിക്കുന്നത് ഒരുപാട് ശരീരങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതല്ല ആരാധന. 1000 ശരീരവും 2000 ശരീരവും ഒരുമിച്ച് വരുന്ന മെമ്പർഷിപ്പും രജിസ്റ്ററുമല്ല ആരാധനയുടെ മാനദണ്ഡം. മനസ്സുകൾ ഒരുമിക്കണം, ഒറ്റ മനസ്സോടെ ആരാധിക്കണം. ഞാനൊരു തമാശ കേട്ടിട്ടുണ്ട്. ഉദാഹരണം, ഒരാൾ വിവാഹം കഴിച്ചാൽ ഭാര്യ മരിച്ചുപോയി, അയാൾക്കൊരു കുഞ്ഞുണ്ട്. അയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പരസ്യമനുസരിച്ച് മറ്റൊരു വിവാഹം റെഡിയായി. ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ, അവർക്കും ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും ഓരോ കുഞ്ഞുണ്ട്. അങ്ങനെ 2 കുഞ്ഞുങ്ങളുമായി ഇവർ കുടുംബജീവിതം ആരംഭിക്കുന്നു. അങ്ങനെ ഇവർ വിവാഹം കഴിച്ച് ഇവർക്ക് 2 പേർ കൂടെ 3ാമതൊരു കുഞ്ഞു ജനിക്കുന്നു. ഇപ്പൊ 3 മക്കളാ. 5-6 വയസ്സൊക്കെ ഉള്ള 3 മക്കൾ. അവർ ഒരുമിച്ച് മുറ്റത്ത് കളിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതാണ് ഈ കഥയ്ക്കകത്ത്, ചെന്ന് നോക്കിയേടി, മുറ്റത്തെന്താ കുഞ്ഞ് കരയുന്നത്? ചെന്ന് നോക്കിയ ഭാര്യ ഭർത്താവിനോട് മുറ്റത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ കൊച്ചും എന്റെ കൊച്ചും കൂടി നമ്മുടെ കൊച്ചിനെ തല്ലിയെന്ന്. നിങ്ങളുടെ കൊച്ചും എന്റെ കൊച്ചും കൂടി. കാരണം ഇയാൾ ആദ്യം കല്യാണം കഴിച്ചാൽ ഒരു കൊച്ചുണ്ട്, ആ സ്ത്രീ ആദ്യം കല്യാണം കഴിച്ച് പുള്ളിക്കാരിക്കാർക്ക് ഒരു കൊച്ചുണ്ട്. അതാ പറഞ്ഞത്, നിങ്ങളുടെ കൊച്ചും എന്റെ കൊച്ചും കൂടി ഇപ്പൊ നമ്മുടെ കൊച്ചിനെ തല്ലിയെന്ന്. സത്യത്തിൽ ആ സെന്റൻസിന്റെ അർത്ഥം തന്നെ. അപ്പൊ ആദ്യത്തെ ആ വിവാഹം കഴിച്ചപ്പോൾ ആ കുഞ്ഞിനെ ഇയാൾ സ്വന്തം കുഞ്ഞായി കാണുന്നില്ലേ? ഈ സ്ത്രീ ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കാണുന്നില്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
പെന്തക്കോസ്തിന്റെ അനുഭവമുള്ള, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട പാരമ്പര്യം പറയുന്ന പെന്തക്കോസ്തിന്റെ അനുഭവമുള്ളവർ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് 144 കോടി ജനങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം, സത്യവേദ പുസ്തകം ഇത് ഉയർത്തിപ്പിടി ഞാൻ പറയും, ഇത് ചുമക്കുന്നവരെല്ലാം ഏക മനസ്സുള്ളവരാകണം. ആശയപരമായ വിഷയത്തിൽ വ്യത്യാസം ഉണ്ടാകാം, ഉപദേശപരമായ വിഷയത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി കർത്താവായ യേശുക്രിസ്തുവാണ് എന്റെ രക്ഷകൻ എന്ന് പറയുന്ന എല്ലാവരും ഒറ്റ മനസ്സുള്ളവരായി മാറണം, ഐക്യത ഉള്ളവരായി മാറണം. ഈ ഐക്യത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ആക്രമിക്കപ്പെടുന്നത്. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ മറ്റേയാൾ പറയാ അയാൾക്ക് അങ്ങനെ വേണം. ഒരാൾ അപവാദം, ഒരാൾ അപമാനിക്കപ്പെടുമ്പോൾ, ഒരാൾ നിന്ദിക്കപ്പെടുമ്പോൾ ഇതേ പുസ്തകം ചുമക്കുന്ന മറ്റേയാൾ പറയാണ് അയാൾക്ക് അങ്ങനെ വേണം, അവൻ ഇത്തിരി അഹങ്കാരിയായിരുന്നു, അവൻ അങ്ങനെ തന്നെ വേണം. ഈ മനോഭാവം ഏതാത്മാവിലാണ് ഉണ്ടാകുന്നത്? ഏതാത്മാവില്? ഇത് പരിശുദ്ധാത്മാവിന്റെ മനോഭാവമല്ല, ഇത് മാനുഷിക ആത്മാവോ അല്ലെങ്കിൽ ദുർശക്തിയോ ആകാം. ഞാൻ അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഞാൻ എന്റെ ഈ കൊച്ചു മെസ്സേജിലൂടെ എനിക്കൊരു നിർബന്ധമായിട്ടും എന്റെ മനസ്സിനകത്തൊരു ആഗ്രഹമുണ്ട്. 5 മിനിറ്റ് പ്രസംഗിച്ചാലും 10 മിനിറ്റ് പ്രസംഗിച്ചാലും പ്രസംഗത്തിന്റെ ദൈർഘ്യത്തിലല്ല, ഈ വാക്കുകളിലൂടെ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം വരട്ടെ. കറുപ്പിന്റെ പേരിൽ, വെളുപ്പിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, വിവിധ ജാതിയുടെ പേരിൽ, താഴ്ന്നവൻ ഉയർന്നവരെന്ന പേരിൽ ഈ ഭിന്നതയും വിഘടനമെല്ലാം അവസാനിപ്പിച്ച് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർ ഒന്നാകേണ്ടതിന് ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന നിവർത്തിക്കപ്പെടേണ്ടതിന് നമ്മുടെ ഹൃദയത്തിന്റെ മാറ്റം വരട്ടെ. ചിലരെങ്കിലും അത് ചിന്തിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് ഒരു വിപ്ലവാത്മകമായ മാറ്റത്തിന്റെ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. God bless you. God bless you.